Gauss-Jordan elimination method. This is the method of finding solution of system of linear equations by reducing the augmented matrix into row reduced echelon form. അഥവാ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്. അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് അറിയോ? അതിന്റെ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആക്കിയിട്ട് സോൾവ് ചെയ്യുന്ന പ്രോസസ്സ്. ആ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സിനെ കറസ്പോണ്ടിങ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ആക്കി ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമുക്ക്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ചോദിച്ചു നോക്കൂ. minus 2x3 plus 7x5 equal to 12. 2x1 plus 4x2 minus 10x3 plus 6x4 plus 12x5 equal to 28. 2x1 plus 4x2 minus 5x3 plus 6x4 minus 5x5 equal to minus 1. 4x1 plus 8x2 minus 20x3 plus 12x4 24x5 equal to 56. എനിക്ക് ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ അഥവാ എനിക്കൊരു x1ഉം x2ഉം x3ന്റെയും x4ന്റെയും x5ന്റെയും വാല്യൂ കണ്ടെത്തണം. ആ കണ്ടെത്തിയ വാല്യൂ ഇതിൽ ഓരോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും കറക്റ്റ് ആൻസർ 12, 28, -1, 56 റെസ്പെക്റ്റീവ്ലി എനിക്ക് ആൻസർ കിട്ടും വേണം. അഥവാ എല്ലാം കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു x1, x2, x3, x4, x5 എനിക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ ഗോസ് ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ദ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മാട്രിക്സ് ഇങ്ങനെയല്ലേ വരിക? ദ കറസ്പോണ്ടിങ് ഓഗ്മെന്റഡ് മാട്രിക്സ് ഉണ്ടാവുക. ഇവിടെ x3 കോഎഫിഷ്യന്റ് -2, x1ന്റെയും x2ന്റെയും കോഎഫിഷ്യന്റ് 0 ആണ്. 0, 0, x3ന്റെ -2, x4ന് കോഎഫിഷ്യന്റ് ഇല്ല, കാരണം ഇവിടെ x4ന് കോഎഫിഷ്യന്റ് ഇല്ല. 7 പിന്നെ 12. നെക്സ്റ്റ് 2, 4, -10, 6, 12, 28. 2, 4, -5, 6, -5, -1. 4, 8, -20, 12, 24, 56. ഇത് കിട്ടിയത് ഇതിന്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസിനെ ഞാൻ എങ്ങോട്ട് മാറ്റി. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനല്ലേ 1 ആക്കുക. എനിക്ക് ഞാൻ ചെയ്യാൻ പോണത് ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനായിരിക്കും സ്വാഭാവികമായിട്ടും 1 ആക്കുക. അങ്ങനെ 1 ആക്കി കഴിഞ്ഞാൽ ആ 1ന്റെ താഴെയുള്ള ആൾക്കാരെ 0ക്കും, അഥവാ ഇയാളിൽ 0ക്കും, ഇയാളിൽ 0ക്കും, ഇയാളിൽ 0ക്കും 0 ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇടത്തെ ഭാഗത്ത് ഇവിടെ ഒരു നോൺ സീറോ എലമെന്റ് ഉണ്ടാവും. അത് ഉണ്ടാവാൻ പാടില്ല, ശരിയല്ലേ? ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആയിട്ടുള്ള 1 ഇതിന്റെ ഈ ഭാഗത്ത് ഉണ്ടാകാൻ പറ്റുള്ളൂ. ഇത് 1 ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 1 ഇവിടെ അല്ലേ ഉണ്ടാകാൻ പറ്റുള്ളൂ. പറ, മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നും കൂടി ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാം. ഞാൻ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആക്കി എന്ന് വിചാരിക്കും, അഥവാ ഇയാളെ 1 ആക്കി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത റോയിലെ പിന്നെ 1 ആക്കാനുള്ള ആൾ ഇയാളാണ്. കാരണം ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടുത്തെ ഈ സെക്കൻഡ് റോയിലെ ഇയാളാണ്. അപ്പൊ ഇവിടെയും 1 ആവും, നമ്മൾ 1 ആക്കും, ഇവിടെയും 1 ആക്കും. 1 ആക്കിയാൽ ഉണ്ടാകുന്ന കുഴപ്പം സെക്കൻഡ് റോയിലെ 1 ഇതിന്റെ തൊട്ട് വലതുഭാഗത്താണ് ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് നമ്മളെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിന്റെ പ്രത്യേകത.
ഒരു 1 വന്നാൽ പിന്നെ ഇതിന്റെ ഇടത്തെ ഭാഗത്ത് 1 വരാൻ പാടില്ല, താഴേക്ക് 0, പിന്നെ അടുത്ത 1 ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടേക്കേ വരാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ആ സമയം അങ്ങനെ വന്നാലാണ് നമ്മൾ അതിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇവിടെ 1 ആക്കിയാൽ അടുത്ത 1 ആക്കേണ്ടത് ഇയാളെയാണ്. അപ്പൊ ഇതിന്റെ ഇടത്തെ ഭാഗത്ത് 1 വന്നു എന്നുള്ള ഒരു ചീത്തപ്പേര് തന്നെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോണ എന്താ നോക്ക്. നമുക്ക് ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ, ഈ റോനെ ഇങ്ങോട്ടും ഈ റോനെ ഇങ്ങോട്ടും ഞാൻ ഇന്റർചേഞ്ച് ചെയ്തു. അഥവാ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താ ചോദിച്ചാൽ, ആ സ്റ്റെപ്പ് ഞാൻ വലതു ഭാഗത്ത് എഴുതി വെക്കുന്നുണ്ട്, ശരിക്കും താഴെ എഴുതി വെക്കേണ്ടത്. ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് R1 implies and implied by R2. R1 ഉം R2 തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തു. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിട്ടാ മാറുക? ഫസ്റ്റ് 2 4 -10 6 12 28. നെക്സ്റ്റ് കോളം 0 0 -2 0 7 12 4 8 -20 12 24 56. ഓക്കെ, ഈ രണ്ട് റോയും തമ്മിൽ പരസ്പരം ഇന്റർചേഞ്ച് ഞാൻ ചെയ്തു. ഇനി ചെയ്യാൻ പോണത്, ഇനി താഴെ എഴുതി വരേണ്ടതാണ്. ഞാൻ ഇങ്ങനെ സ്പേസ് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഇനി ഇവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത്, ഈ എലമെന്റിനെ 1 ആക്കല്ലേ വേണ്ട. ഫസ്റ്റ് ഈ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ആയിട്ടുള്ള ഇയാളെ 1 ആക്കല്ലേ വേണ്ട. 1 ആക്കാൻ ഡിവിഷൻ ആണെന്ന് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ. അഥവാ R1 implies R1/2 എന്ന് ചെയ്തു. R1 implies R1/2 ചെയ്യുമ്പോ എന്താണ് ആ സ്റ്റെപ്പായി മാറുക അറിയാം? ഈക്വൽ ടു R1 implies R1/2 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ റോനെ മുഴുവനായിട്ടും 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 -5 3 6 14. സെക്കൻഡ് റോക്കൊന്നും കുഴപ്പമില്ല, R1 മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. 0 0 -2 0 7 12 2 4 -5 6 -5 -1 4 8 -20 1 sorry 4 8 -20 12 24 56 ആണല്ലോ. അതും കിട്ടി. ഇനി ഞാൻ ചെയ്യേണ്ടത്, ആ 1ന്റെ താഴെയുള്ള ആൾക്കാര്, നമുക്കറിയാം റോ റെഡ്യൂസ്ഡ് ഫോമില് അതിന്റെ താഴ്ഭാഗത്തുള്ള ആൾക്കാരൊക്കെ 0 ആയിരുന്നു. എവിടെങ്കിലും 1 കിട്ടിയാൽ ആ 1 വരുന്ന ആ കോളത്തില് ആ 1 അല്ലാത്ത ബാക്കിയുള്ള എല്ലാ എലമെന്റിനും 0 ആക്കണം എന്ന് 4th സ്റ്റെപ്പ് അതുണ്ട്. ആ റോ റെഡ്യൂസ്ഡ് ഫോമിന്റെ സ്റ്റെപ്സ് നോക്കിയാൽ മതി. അതിൽ ഏറ്റവും 4th സ്റ്റെപ്പിൽ പറയുന്നുണ്ട്, ആ കോളത്തിലെ 1 അല്ലാത്ത ബാക്കിയുള്ള എല്ലാ എലമെന്റിനും 0 ആക്കണം. പക്ഷെ ഭാഗ്യവശാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കമ്മിയായി കിട്ടിയിട്ടുണ്ട്. അത് ഏത് സ്റ്റെപ്പാണ്? ഈ എലമെന്റ് ഓൾറെഡി 0 ആണ്. നമുക്ക് ഇനി ഈ എലമെന്റും ആണ് 0 ആക്കേണ്ടത്. ഈ എലമെന്റ് ഓൾറെഡി 0 ആയിട്ടുണ്ട്. ഈ എലമെന്റും 0 ആക്കണം. അഥവാ R3യും അതേപോലെ R4ലും ചേഞ്ച് വരുത്തണം. R3ക്ക് എന്ത് ചേഞ്ച് ആണ് വരുത്തേണ്ടത്? R3 implies R3 minus R4 implies R4 minus R3 implies R3 minus ആരെയാണ് 0 ആക്കാൻ പോണത്? ഈ 2നെ. അപ്പൊ അതാണ് 2R1. കാരണം R1 ആണ് നമ്മളിപ്പോ അവസാനം 1 ആക്കിയ എലമെന്റ്. R3 implies R3 minus 2R1. R4 implies R4 minus ആരെയാണ് 0 ആക്കാൻ പോകുന്നത്? 4നെ. Therefore 4R1. ഈ R1 എവിടുന്ന് കിട്ടി? അതിനല്ല ഏറ്റവും ഫസ്റ്റ് ഇതിന് തൊട്ട് മുമ്പ് 1 ആക്കിയ റോ ഏതാണോ അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. R3 implies R3 minus 2R1. R4 implies R4 minus 4R1. അങ്ങനെ വന്നാൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? R2കോ R3കോ R1നോ R2കോ ഇവിടെ ചേഞ്ച് ഇല്ല. ഇവിടെ ചേഞ്ച് ആർക്ക് മാത്രം? R3ക്കും R4നും മാത്രമേ ചേഞ്ച് ഉള്ളൂ. 1 2 -5 3 6 14 0 0 -2 0 7 12. ഈ തേർഡ് റോ R3 implies R3 minus 2R1.
അപ്പൊ അത് അറിയണമെങ്കിൽ ശരിക്കും ഇക്വേഷനിൽ എങ്ങനെയല്ലേ R3 - 2 R1 എന്നല്ലേ വന്നിക്കുന്നത്. R3 ആരൊക്കെയാ? R3 എന്ന് പറഞ്ഞാൽ 2 4 -5 6 -5 -1 അല്ലേ? മൈനസ് 2 into 2 into 2 into 2 into 2 into 2 into R1 ആരൊക്കെയാ? R1 എന്ന് പറഞ്ഞാൽ 1 2 -5 3 6 14. That is equal to 2 - 2 into 1 0, 4 - 2 into 2 0. അതങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ആണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. ആൻസർ 0 0 5 0 -17 -29. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? R4 implies R4 - 4 R1. R4 ആരൊക്കെയാ? R4 4 8. അങ്ങനെ ചെയ്തു വെക്കുമ്പോൾ ഇവിടെയും കൃത്യമായിട്ട് ആൻസർ കിട്ടും. ആൻസർ 0 0 0 0 0 0. ഭാഗ്യവശാൽ ആ 0 0 0 0 എന്നുള്ളത് താഴ്ഭാഗത്ത് തന്നെ വന്നു. നേരെ മറിച്ച് ആ 0 0 0 ഇവിടെ ആയിരുന്നു വിചാരിക്കും. ഈ നോക്ക്, ഇതിപ്പോ 0 0 ഈ ഇങ്ങനെ വന്നു വിചാരിക്കട്ടോ. 1 2 -5 3 6 14 0 0 0 0 0 0 2 3 1 4 3 2 ഇങ്ങനെ വന്നാൽ നമ്മൾ സ്റ്റെപ്പ് അധികം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഈ റോനെ ഇങ്ങോട്ടും ഈ റോനെ അങ്ങോട്ടും മാറ്റണം. എന്തേ കാരണം? സീറോസ് വരുന്ന റോസ് ഏറ്റവും താഴ്ഭാഗത്താണ് വരാൻ പാടുള്ളൂ എന്ന് അതിന് ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്. റോ റെഡ്യൂസ്ഡ് ഫോമിന്റെ ഏറ്റവും ഫസ്റ്റ് ലൈൻ അത് തന്നെയാണ്. സീറോസ് മാത്രം വരുന്ന റോനെ ഏറ്റവും താഴ്ഭാഗത്ത് കൊണ്ടുപോകണമെന്ന്. ഇവിടെ താഴ്ഭാഗത്ത് തന്നെയാണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പിന്റെ ആവശ്യം അവിടെ ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി നമുക്ക് ചെയ്യേണ്ട എന്താ? ഇനി രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റിനെ 1 ആക്കണം. ഇവിടെ കുഴപ്പമില്ല, കാരണം ഇത് 1 ആക്കിയാലും ഇതിന്റെ ഈ ഭാഗത്തൊന്നും ഇനി 1 ആവുന്ന ആൾക്കാർ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? തൊട്ട് മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. ഏത് ഏറ്റവും ഫസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്തപ്പോ ഇവിടെ 1 ആക്കാൻ പറ്റൂലായിരുന്നു. ഇവിടെ 1 ആക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാ? ഇവിടെ 1 ആക്കിയാലും അതിന്റെ ഇടത്തെ ഭാഗത്ത് ഇവിടെ 1 ആവുന്ന എലമെന്റ്സുകളൊക്കെ ഉണ്ട്, 1 ആക്കാൻ പറ്റുന്ന എലമെന്റ്സുകൾ ഉണ്ട്, നോൺ സീറോ ആയിട്ടുള്ള എലമെന്റ്സുകൾ ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കുന്നില്ല. നോക്കൂ, ഇവിടെ 1 ആക്കിയാലും ആ 1ന്റെ ഇടത്തെ ഭാഗത്ത് ഇനി ഇവിടെ ആരും നോൺ സീറോ എലമെന്റ്സ് ഒന്നും ഇല്ല. ആയതുകൊണ്ട് ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട് നമുക്ക്. ഇനി എങ്ങനെ ചെയ്യും? നമ്മൾ ചെയ്യേണ്ടത് ഈ എലമെന്റിനെ 1 ആക്കണം. 1 ആക്കുക എന്ന് പറഞ്ഞ അർത്ഥം R2 1 ആക്കാൻ ഡിവിഷനാ. R2 implies R2 by -2 R2 by -2. അങ്ങനെ വന്നാൽ ഇതെന്തായിട്ടാ മാറുക? ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോ R2ന് മാത്രമേ ചേഞ്ച് ഉള്ളൂ, R1ന് ചേഞ്ച് ഇല്ല. 1 2 -5 3 6 14 R2ന് ചേഞ്ച് ഇല്ല. R2 ചേഞ്ച് ഉണ്ട്. അപ്പൊ R2 നിൽക്കട്ടെ, നമുക്ക് R3 ആദ്യം നോക്കാം. 0 0 5 0 -17 -29 0 0 0 0 0 0. R2 implies R2 by -2 0 by 0 0 -2 by 2 1 0 by -2 0 7 by -2 that is -7 by 2 12 by -2 that is equal to -6. ഇങ്ങനായി മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ആ 1 വരുന്ന, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ 1 വരുന്ന റോയില് ഫോർത്ത് സ്റ്റെപ്പ് വേറൊരു 0 ഉണ്ടാവാൻ പാടില്ല. ഈ 1 വരുന്ന ആ കോളത്തില് പിന്നെ ഒരു 0 ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ +2 ക്ലാസ് പഠിച്ച അതേ ടെക്നിക്ക് തന്നെ. ആ 1 വരുന്ന ഭാഗത്ത് പിന്നെ സീറോസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോ ഇപ്പൊ നിലവിൽ നമുക്ക് 1 ആക്കിയ റോ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, സെക്കൻഡ് റോ ആണ്. അപ്പൊ സെക്കൻഡ് റോ വെച്ചാണ് ബാക്കി എല്ലാവരും 0 ആക്കേണ്ടത്. ഇപ്പൊ നിലവിൽ 1 ആക്കിയത് ഇവിടെയാണ്. ഇത് ചെയ്യാൻ നോക്കൂ. R1നെ 0 ആക്കണം, R3നെ 0 ആക്കണം, R4നെ 0 ആക്കണം. എന്തേ കാരണം? നമ്മൾ R2ല് 1 ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇയാളെയും 0 ആക്കണം. ഇയാൾ ഓൾറെഡി 0 ആണ്. അപ്പൊ ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. R4 എന്നുള്ള ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യാ അറിയോ? R1 implies R1 -5 R2 പ്ലസ് ആയി 5 R2. R3 implies R3 മൈനസ് ഇയാളാണ് 0 ആക്കാൻ പോകുന്നത് 5 R2.
അത് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുമ്പോൾ ഏതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ കണ്ടോ ഈ ഭാഗത്തൊരു സ്റ്റെപ്പ് എഴുതിയിട്ടില്ലേ, ഈ സ്റ്റെപ്പ് പോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒന്നായിരിക്കും കിട്ടുക. അവിടെ ആർക്കും ചേഞ്ച് ഇല്ല, R2നും R4നും ചേഞ്ച് ഇല്ല. അപ്പൊ R2 R4 എഴുതി വെക്കാം. 0 സോറി R2 R4 അല്ല എഴുതി വെക്കണ്ട്. 0 0 1 0 -7/2 -6. അതേപോലെ R4നും ചേഞ്ച് ഇല്ല. 0 0 0 0 0 0. ഈ സ്റ്റെപ്പ് ഇവിടെ അപ്ലൈ ചെയ്താലോ R1 ഇംപ്ലൈസ് R1 + 5R2. ആ സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുക 1 2 0 3 -23/2 16. R3 ഇംപ്ലൈസ് R3 - 5R2 എന്നുള്ള സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ 0 0 0 0 1/2 1 എന്നായി മാറും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കഴിഞ്ഞു. നോൺ സീറോ എലിമെന്റ് 1 ആക്കി, അതിന് താഴെ മേലേക്ക് 0 ആക്കി. ഇനി അടുത്ത റോയിലെ നോൺ സീറോ എലിമെന്റിനെ 1 ആക്കാൻ പോവുകയാണ്. അടുത്ത റോ എന്ന് പറഞ്ഞാൽ ഇയാള് ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1/2. 1/2നെ 1 ആക്കുന്നതിലും കുഴപ്പമുണ്ടോ? അതിന് താഴെ ഇടത് ഭാഗത്ത് നോൺ സീറോ എലിമെന്റ്സ് വരുന്നുണ്ടോ? ഇല്ല, രക്ഷപ്പെട്ടു. 1/2നെ 1 ആക്കാം. അപ്പൊ R3യിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. R3 ഇംപ്ലൈസ് R3/1/2 എടുക്കേണ്ടത് ശരിക്കും R3/1/2, അഥവാ R3 ഇംപ്ലൈസ് R3 × 2. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ച് ഒക്കെയാണ് അവിടെ വരിക? R3 ഇംപ്ലൈസ് 2R3 എന്ന് പറയുമ്പോൾ വരുന്ന ചേഞ്ച് 1 2 0 3 -23/2 16. കാരണം R3ക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ. R1നോ R2നോ R4നോ യാതൊരു ചേഞ്ചും ഇല്ല. R3 എന്തായി മാറും? R3 × 2R3 2 × 0 0 2 × 0 0 2 × 0 0 2 × 0 0 2 × 1/2 1 2 × 1 2 ഇങ്ങനായി മാറും. ഓക്കെ, ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടി ചെയ്യേണ്ടി വരികയുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അങ്ങനെ 1 ആക്കിയാൽ ഇയാളെയും 0 ആക്കണം. ഇയാൾ ഓൾറെഡി 0 ആണ്. നമുക്ക് R1 ചേഞ്ച് വരുത്താം, അതേപോലെ R2നും ചേഞ്ച് വരുത്താം. R1 ഇംപ്ലൈസ് R1 മൈനസ് R2 ഇംപ്ലൈസ് R2 മൈനസ് R2. R1 ഇംപ്ലൈസ് R1 മൈനസ് -23/2 23/2 R ഏത് വെച്ചിട്ടാ നമ്മൾ അവസാനം 1 ആക്കിയത്? ഇത് വെച്ചിട്ടാണ്. അപ്പൊ R3. അതേപോലെ R2 ഇംപ്ലൈസ് R2 മൈനസ് -7/2 therefore +7/2 R3. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ചോദിച്ചാൽ 1 2 0 3 0 7 0 0 1 0 0 1 2 0 3 0 7 0 0 1 0 0 1 0 0 0 0 1 2 0 0 0 0 0 0. നോക്കൂ, ഇത് നിലവിൽ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം തന്നെയാണോ? ഇത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം തന്നെയാണോ? ആണ്. എന്തുകൊണ്ടാ? ദാ ഇവിടെ ഫസ്റ്റ് 1 ആയി, താഴേക്ക് 0 ആയി. പിന്നെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആക്കി, താഴേക്ക് 0 ആക്കി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആക്കി, താഴേക്ക് 0 ആക്കി. ഇതിന് ഇടത് ഭാഗത്തൊന്നും 1കളില്ല. തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 തന്നെയാണ്. ആ കോളത്തിൽ മൊത്തം 0 ആയി. പിന്നെ ഇതിന് ഇടത് ഭാഗത്തൊന്നും 1കളില്ല. Therefore, this is a row reduced echelon form തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ അത് മെട്രിക്സിന്റെയാണ്.
ഇത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനം വരുന്ന ബി ആണ്. അതെന്താന്ന് മനസ്സിലാക്കി തരാം. നോക്കൂ, ഇതിലെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗമാണ് ഇത്. ഓക്കെ, ഇതാണ് ആര്, ഇയാള്. സോറി, ഇതും കൂടി വിടണ്ടേ. അഥവാ ഈക്വൽ ടുവിന്റെ വലതുഭാഗത്ത് വരുന്ന ആൾക്കാരാണ് ഇത്. ഈക്വൽ ടുവിന്റെ ഇടത്തെ ഭാഗത്ത് വരുന്ന ആൾക്കാരാണിത്. നിങ്ങൾ പ്ലസ് ടു ക്ലാസ് പറഞ്ഞ പോലെ എ ഇത് ബി ആയിട്ട് പരിഗണിക്കേണ്ടത്. എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 x3, എയും ബിയും. അങ്ങനെയാണെങ്കിൽ ഇത് നോക്ക്, ഈ മെട്രിക്സ് കണ്ടോ, ഇതിലെ ഇവിടെ മുതൽ ഇവിടം വരെ അത് നമ്മൾ എ എന്നാണ് വിളിക്കുക. എ. ഈ ടോട്ടൽ കണ്ടോ, ഓഗ്മെന്റഡ് മെട്രിക്സ്, ഇത് നമ്മൾ വിളിക്കുക എ ബി എന്നാണ് വിളിക്കുക. എ ബി അഥവാ എയും ബിയും കൂടി ചേർന്നത്. നമുക്കറിയാം എ എക്സ് ഈക്വൽ ടു ബി എന്നാണല്ലോ വിളിക്കുക. അപ്പൊ അങ്ങനെ എയും ബിയും കൂടി ചേർന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതില് ഈ ഒരു ഭാഗമാണ് നമ്മളെ എ, അഥവാ ഈ ഇതും കൂടി ഇങ്ങോട്ട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത്, ബി. ഇതാണ് ബി, ഇതാണ് എ. ഇത് മാത്രം വിളിക്കുകയാണെങ്കിൽ എ എന്ന് വിളിക്കും. അല്ല, ഇത് രണ്ടും കൂടി ചേർത്ത് വിളിക്കുകയാണെങ്കിൽ എ ബി എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ നോക്ക്, എന്താണ് എന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ റോ ഓഫ് എ എന്നാണ് സൂചിപ്പിക്കുക. റോ ഓഫ് എ. റാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര നോൺ സീറോ എലമെന്റ്സ് ഉണ്ട് നോക്കും. എത്ര നോൺ സീറോ റോസ്. എ നമുക്കൊരു കളർ മാറ്റി വരക്കാം. ഇതാണ് നമ്മളെ എ. ഈ എയില് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഇത് നോൺ സീറോ റോ ആണ് 1. ഇതൊരു നോൺ സീറോ റോ തന്നെയാണ്, കാരണം ഇത് മുഴുവനായിട്ടും സീറോ ഒന്നും അല്ല, ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നോൺ സീറോ റോ ആണ്. ഇതൊരു നോൺ സീറോ റോ ആണ്, കാരണം ഇവിടെ ഒരു അവസാന തലക്കൊരു 1 ഉണ്ട്. ഇത് ഒരു സീറോ റോ ആണ്, അപ്പൊ ഇത് പറ്റൂല, കാരണം മൊത്തം സീറോ ആയി. മൊത്തം സീറോ വന്നാൽ അത് സീറോ റോ. എവിടെങ്കിലും ഒരു 1, ഒരു മരുന്നിന് പോലും ഒരു 1 വന്നാൽ അത് നോൺ സീറോ റോ. ഇത് നോൺ സീറോ റോ ആണ്, കാരണം ഇവിടെ 1 വന്നു മതി, അത്ര മതി. ഇത് നോൺ സീറോ ആണ്, ഇവിടെ ഒരു 1 വന്നു. ഇത് നോൺ സീറോ റോ ആണ്, കാരണം ഇവിടെ 1 2 3 ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്ര നോൺ സീറോ റോ ഉണ്ട്? 3 അല്ലേ? therefore റാങ്ക് ഓഫ് എ ഈക്വൽ ടു 3. ഇനി റാങ്ക് ഓഫ് എ ബി നോക്കാൻ പോവുകയാണ്. റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ളത് കണ്ടോ, ഈ എയും ബിയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഇത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റാങ്ക് എത്ര? ഫസ്റ്റ് നോൺ സീറോ. ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? എ ബി ഇത് ഒരുമിച്ച് എടുക്കണം കേട്ടോ. ആദ്യം എടുത്ത പോലെ ഇത്ര മാത്രം എടുക്കരുത്, ഇതെല്ലാം കൂടി ചേർത്ത് എടുക്കണം. ഒരു നോൺ സീറോ റോ. ഇവിടെ 2 1 വന്നിട്ടുണ്ട്. ഓക്കെ, നോൺ സീറോ റോ. ഇവിടെയും ഒരു 1 2 ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നോൺ സീറോ റോ. ഇവിടെ ഒരു മരുന്നിന് പോലും ഒരു നോൺ സീറോ എലിമെന്റ്സ് ഇല്ല. therefore that is a zero row. അപ്പൊ റാങ്ക് ഓഫ് എ ബി എത്രയാ? അതും 3 അല്ലേ? ഇപ്പൊ ഇവിടെ 8 ആണെന്ന് വിചാരിക്ക്. ഇപ്പൊ ഇവിടുത്തെ എലമെന്റ് ഒരു 8 ആയിരുന്നു എന്ന് വിചാരിക്ക്. 8 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബി എത്രയാ? ഒരു നോൺ സീറോ റോ, വേറെ നോൺ സീറോ റോ, വേറെ നോൺ സീറോ റോ, വേറെ നോൺ സീറോ റോ. കാരണം ഇവിടെ 8 ഉണ്ട്. എ ബി വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു നോൺ സീറോ റോ ആണ്. അപ്പൊ റാങ്ക് ഓഫ് എ ബി 4 ആയിരിക്കും വരിക. എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 4 നോൺ സീറോ റോസ് ഉണ്ട്. ഓക്കെ, നിലവിൽ എത്ര? അപ്പൊ അങ്ങനെ റാങ്ക് ഓഫ് എ 3യും റാങ്ക് ഓഫ് എ ബി 4ഉം വന്നാൽ, അഥവാ ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ, റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി അല്ലേ? അങ്ങനെ വന്നാൽ ഇതിന് നോ സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. നോ സൊല്യൂഷൻ അഥവാ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയും. ഇൻകൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് എന്തില്ല? സൊല്യൂഷൻ ഇല്ല. ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് നിങ്ങൾ എന്ത് വെച്ചെടുത്താലും കാര്യമല്ല, ഒരു സൊല്യൂഷൻ കിട്ടില്ല. ഓക്കെ, എങ്ങനെ വന്നാല്? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ അല്ലാതെ വന്നാൽ. എപ്പോഴാ നോക്കി എന്താ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ? റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് കണ്ടോ, ഇത് എത്ര നോൺ സീറോ റോസ് ഉണ്ട് നോക്കുക. റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാലോ, ഈ ഒന്നില് എത്ര നോൺ സീറോ റോ ഉണ്ട് നോക്കുക. ഓക്കെ, therefore this is a. അങ്ങനെ വന്നാൽ രണ്ടും സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇൻകൺസിസ്റ്റന്റ് എന്ന് വിളിക്കും. ഇപ്പൊ ഇത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ? ഇപ്പൊ നിലവിലുള്ളത് 0 ആണ്. അപ്പൊ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 2 3. റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാലും 1 2 3, കാരണം ഇത് രണ്ടുക്കും എല്ലാ പദം 0 ആണ്. റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി.
അപ്പൊ അങ്ങനെ എഴുതി വെക്കും റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. Therefore സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് കൺസിസ്റ്റന്റ്. എന്താ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് സൊല്യൂഷൻ. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ 1 എന്ന് പറയുമ്പോൾ x1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ x2 0x3 പ്ലസ് 3x4 plus 0x5 equal to 7. Next row 0x1 plus 0x2 plus 1x3 plus 0x4 plus 0x5 equal to 1. Next row ഇതാണ് അല്ലേ? നെക്സ്റ്റ് റോ ആ റോ എന്ന് പറയും 0x1 plus 0x2 plus 0x3 plus 0x4 plus x5 equal to. ഓക്കെ, അങ്ങനെ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇതാണ് ഈ സിസ്റ്റത്തിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ഈ മെട്രിക്സിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ഫസ്റ്റ് നോക്കൂ, ഈ മെട്രിക്സിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനിലെ എവിടെ എഴുതി വെച്ചത് -2 7 അങ്ങനെയൊക്കെ എഴുതി വെച്ചത് കണ്ടോ. അപ്പൊ അതുപോലെ ഇത് കിട്ടിയാൽ തിരിച്ചു എഴുതാൻ കഴിയണ്ടേ? അങ്ങനെ നമുക്ക് ഈ മെട്രിക്സ് കിട്ടിയപ്പോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇപ്പൊ ഇങ്ങനെ കിട്ടിയത്. നോക്കൂ, 1x1 plus 2x2 plus 0x3 plus 3x4 അങ്ങനെയൊക്കെ കിട്ടിയല്ലോ. സോറി 1x1 plus 2x2 1x1 plus 2x2 plus 0x3 plus 3x4 plus 0x5 equal to 7. 0x1 plus 0x2 plus 1x3 plus 0x4 plus 0x5 equal to 1. 0x1 plus 0x2 plus 0x3 plus 0x4 plus 1x5 equal to 2. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും വേറെ ഇപ്പൊ നോക്ക്, എപ്പോഴും എങ്ങനെ കൺസിസ്റ്റന്റ് ആയത്? റോ ഓഫ് എ ബി 2 3 കിട്ടി, റോ ഓഫ് എ ഈക്വൽ റോ ഓഫ് എ ബി എന്ന് കിട്ടി. അങ്ങനെ വന്നാലാണ് സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുള്ളൂ. അഥവാ ഇപ്പൊ നിലവിൽ കിട്ടിയത് ഇതിന്റെ പേരാണ് ആർ. രണ്ടും കൂടി ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ ആയ നമ്പർ എത്രയാ? 3 അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് ആർ. നോക്കൂ, റാങ്ക് ഓഫ് എ ഒരു നമ്പർ കിട്ടി, റാങ്ക് ഓഫ് എ ബി ഒരു നമ്പർ കിട്ടി. അങ്ങനെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയി. അങ്ങനെ വന്നാൽ ആർ ഈക്വൽ ടു 3. എങ്ങനെ ആർ കിട്ടിയത്? ഈ 3. ആർ ഇസ് ഈക്വൽ ടു 3. അങ്ങനെ റോ ഓഫ് എ 3 കിട്ടി, റോ ഓഫ് എ ബിയും 3 കിട്ടി. ആ രണ്ടും ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. Therefore അത്തരം കേസ് വന്നാൽ നമ്മൾ എന്ത് എഴുതി വെക്കും? Therefore R is equal to 3. R എവിടെ നിന്ന് കിട്ടി? ഈ 3 ആണ് കേട്ടോ R. ഓക്കെ, ഇനി ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? അതിനെ വിളിക്കുന്ന പേരാണ് n. എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കൂ. എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കുകയാണെങ്കിൽ 1 2 3 4 5. ഇത് നോക്കണ്ട, ഇത് അവസാനത്തെ ഒരു ഈക്വൽ ടുവിന്റെ വലതു ഭാഗത്തുള്ളതാ. 1 2 3 4 മൊത്തം 1 2 3 4 5 മൊത്തം 5 വേരിയബിൾസ് ഉണ്ട്. നോക്കൂ ഇവിടെ നോക്കൂ, എത്ര വേരിയബിൾസ് ഉണ്ട്? x3 ഉണ്ട്, x5 ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്, x4 ഉണ്ട്. മൊത്തം 5 വേരിയബിൾസ് ഉണ്ട്. ഇതാ 1 2 3 4 5. ഓക്കെ, ഈ ഒരു മെട്രിക്സ് ഇത് പറഞ്ഞാൽ ഇതാണ് ഈക്വൽ ടുവിന്റെ വലതു ഭാഗത്തുള്ളത്. അങ്ങനെ മൊത്തം 5 വേരിയബിൾ ഉണ്ട്. Therefore n is equal to 5, r is equal to 3. അപ്പൊ എന്തായിരിക്കും n മൈനസ് ആർ? n മൈനസ് ആർ എന്ന് പറഞ്ഞാൽ 5 മൈനസ് 3 ഈക്വൽ ടു 2. ഈ ഈക്വൽ ടു എന്ന് പറഞ്ഞ അർത്ഥം 2 വേരിയബിളിന്
വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രണ്ട് വേരിയബിളിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് മീനിങ്. ഒന്നുകൂടി പറയാം. റാങ്ക് റോ ഓഫ് എ ഈക്വൽ 3 കിട്ടി. റോ ഓഫ് എ ബി എന്ന് പറഞ്ഞ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഈക്വൽ 3 കിട്ടി. റോ ഓഫ് എയും റോ ഓഫ് എ ബിയും ഈക്വൽ ആണ്. അഥവാ ആർ ഇസ് ഈക്വൽ ടു, അഥവാ റാങ്ക് എന്ന് വിളിക്കുന്ന പേരാണ് റാങ്ക്. റാങ്ക് എന്ന് പറഞ്ഞാൽ ഇതും റാങ്ക് ആണ്, ഇതും റാങ്ക് ആണ്. ഇത് റാങ്ക് ഓഫ് എ, ഇത് റാങ്ക് ഓഫ് എ ബി. അഥവാ ടോട്ടൽ റാങ്ക് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ 6 കിട്ടുമല്ലോ കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു 3. ആർ 3 അവിടെ നിൽക്കട്ടെ. ഇനി ആർ 3 കിട്ടിയാൽ എപ്പോഴാണ് സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുക? ഇത് രണ്ടും സെയിം ആണെങ്കിൽ മാത്രമാണ് ഇതിന് ഉത്തരം ഉണ്ടാവുള്ളൂ. ഇനി ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. അപ്പൊ 6 കിട്ടി. ആർ 3. നമ്പർ ഓഫ് വേരിയബിൾസ് 5. അപ്പൊ n മൈനസ് 6 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 3 ഈക്വൽ 2. അതിന് മീനിങ് രണ്ട് വേരിയബിളിന് നമുക്ക് ആർബിട്രറി ആയിട്ടുള്ള ഇഷ്ടമുള്ള രണ്ട് വേരിയബിളിന് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിന് മീനിങ് ഇപ്പൊ നമുക്ക് കിട്ടിയ എന്തൊക്കെ അറിയാം? x3 എന്ന് പറഞ്ഞാൽ 1 കിട്ടിയിട്ടുണ്ട്. x3 1. x5 എന്ന് പറഞ്ഞാൽ 2 കിട്ടിയിട്ടുണ്ട്. അതും കിട്ടി. ഇനി ബാക്കി ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? ഇനി എത്ര കിട്ടാൻ ബാക്കിയുണ്ട്? x1 കിട്ടാൻ ബാക്കിയുണ്ട്, x2 കിട്ടാൻ ബാക്കിയുണ്ട്, അതേപോലെ x4 കിട്ടാൻ ബാക്കിയുണ്ട്. അപ്പൊ ഇഷ്ടം രണ്ട് ആൾക്കാർക്ക് ഞാൻ കൊടുക്കാൻ പോണ നോക്ക്. ഞാനിപ്പോ അതില് x2ന് അതേപോലെ x4നും ഇഷ്ടം രണ്ടാൾക്ക് കൊടുക്കാലോ. ഇതാ രണ്ടാൾക്കാർക്ക് കൊടുക്കാന്നാ പറയണത്. ഞാൻ x2ന് R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, x4ന് ഞാൻ S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ആവുമ്പോ x1 ആരായിരിക്കും വരിക? x1 പ്ലസ് 2x2 പ്ലസ് 3x4 എന്ന് പറഞ്ഞാൽ 7 അല്ലേ? അങ്ങനെ ആകുമ്പോ x1 ആരാ? x1 പ്ലസ് 2r പ്ലസ് 3s ഈക്വൽ 7. therefore x1 ഈക്വൽ ടു 7 മൈനസ് 2r മൈനസ് 3s. x1 ഉം കിട്ടി, x2 നമുക്കറിയാം, x4 നമുക്കറിയാം, x3 നമുക്കറിയാം, x5 നമുക്കറിയാം. therefore last answer x1 equal to minus 7 minus 2r minus 3s, x2 equal to r, x3 equal to 1, x4 equal to yes, x5 equal to 2. നോക്കൂ, ആൻസർ ആയില്ലേ? x1 equal to 7 minus 2r minus 3s, x2 equal to r, x3 equal to 1, x4 equal to s, x5 equal to 2. ഇതാണ് ലാസ്റ്റ് ആൻസർ. ഒന്നുകൂടിയും പറയാം ഈ അവസാനം വെച്ചിട്ട്. അങ്ങനെ റോ ഓഫ് എ കണ്ടെത്തി, റോ ഓഫ് എ ബി കണ്ടെത്തി. രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ റോ ഓഫ് എ റോ ഓഫ് എ ബി എഴുതും. therefore സിസ്റ്റം കൺസിസ്റ്റന്റ്. ഇങ്ങനെ വന്നാൽ മാത്രമാണ് ഇതിന് ഉത്തരം ഉണ്ടാവുള്ളൂ. അങ്ങനെ രണ്ടും ഈക്വൽ ആയി വരണം. അങ്ങനെ ഈക്വൽ ആയാൽ ഈ രണ്ടിനും കൂടി ചേർത്ത് നമുക്ക് r എന്ന് വിളിക്കാം. r ഈക്വൽ ടു 3. ഇനി ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? മൊത്തം 5 വേരിയബിൾ ഉണ്ട്. ദാറ്റ് ഇസ് n ഈക്വൽ ടു 5. എന്നിട്ട് n മൈനസ് 6 കണ്ടോക്കി. n മൈനസ് 6 കണ്ടപ്പോൾ അത് 2 ആൻസർ കിട്ടി. അതിനർത്ഥം രണ്ട് വേരിയബിളിന് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ കിട്ടിയ ആൻസർ x3 ഈക്വൽ ടു 1, x5 ഈക്വൽ ടു, ഇനി ഏതെങ്കിലും രണ്ട് വേരിയബിൾ ഞാൻ ഇതിലെ x2ക്കും ഇതിലുള്ള x2നും ഇതിലുള്ള x4നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x2 ഈക്വൽ ടു r, x4 ഈക്വൽ ടു s. ഏത് ഇഷ്ടം രണ്ട് വേരിയബിൾ. therefore x1 ഉം കണ്ടെത്തി. x1 ഈക്വൽ ടു എല്ലാം കൂടി ചേർത്ത് എഴുതിയപ്പോൾ x1 ഈക്വൽ ടു 7 മൈനസ് 2r മൈനസ് 3s, x2 ഈക്വൽ ടു r, x3 ഈക്വൽ ടു 1, x4 ഈക്വൽ ടു s, x5 ഈക്വൽ ടു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ പറയും. ഒരു സൊല്യൂഷൻ പറയാം. r ഞാൻ 1 കൊടുത്തു, s ഞാൻ 0 കൊടുത്തു. അപ്പൊ എന്താ കിട്ടുക? x1 ഈക്വൽ ടു 7 മൈനസ്, അല്ലെ r1 s 0 കൊടുത്തു. 2 into 1 2, 7 minus 2 5. x1 5 കിട്ടി. x2 എന്ന് പറഞ്ഞാൽ r 1 അല്ലേ, x3 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, x4 എന്ന് പറഞ്ഞാൽ 0 അല്ലേ, കാരണം s ആണ്, x4 0, x5 എന്ന് പറഞ്ഞാൽ 2. therefore solution is 5 1 1 0 2. ഒരു സൊല്യൂഷൻ. ഞാൻ വേറെ സൊല്യൂഷൻ പറയാം. ഞാൻ r-ന് 0യും s-ന് ഞാൻ 1ഉം കൊടുത്തു നോക്കി, തിരിച്ചാ മറിച്ച് കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിലോ x1 ഈക്വൽ ടു 7 മൈനസ് 2 into 0 മൈനസ് 4 കിട്ടി, x2 ഈക്വൽ ടു 0 കിട്ടി, x3 ഈക്വൽ ടു 1 കിട്ടി, x4 ഈക്വൽ ടു 1 കിട്ടി, x5 ഈക്വൽ ടു കിട്ടി. therefore answer is 4 0 1 1 2. അങ്ങനെ ഇഷ്ടംപോലെ സൊല്യൂഷൻ കിട്ടില്ലേ? r-ന് 1 കൊടുക്കുമ്പോൾ s-ന് 3 കൊടുക്കുക, r-ന് 2 കൊടുക്കുമ്പോൾ s-ന് 22 കൊടുക്കുക. അങ്ങനെ എന്ത് വേണമെങ്കിലും മാറ്റി കൊടുക്കുക. അപ്പൊ ഇതൊരു സൊല്യൂഷൻ ആണ്, ഇതൊരു സൊല്യൂഷൻ ആണ്. അങ്ങനെ എത്ര സൊല്യൂഷൻ കിട്ടി? അങ്ങനെ ഒരുപാട് സൊല്യൂഷൻ കിട്ടൂലേ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടൂലേ?
ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടൂലേ? അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടും. കിട്ടാൻ കാരണം സൊല്യൂഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഇതാണ് അതിന്റെ കൺസെപ്റ്റ് കേട്ടോ. അങ്ങനെ റോ ഓഫ് എയും റോ ഓഫ് എ ബിയും ഈക്വൽ ആണെങ്കിൽ അഥവാ നമ്മൾ ആർ എന്ന് വിളിക്കുന്നതിന് ഈക്വൽ ആണെന്ന് വിചാരിക്ക്. റോ ഓഫ് എയും റോ ഓഫ് എ ബിയും ഈക്വൽ ആണെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഉറപ്പായിട്ടുണ്ടാവും, സൊല്യൂഷൻ എക്സിസ്റ്റ് ആവും. നേരെ മറിച്ച് റോ ഓഫ് എയും റോ ഓഫ് എ ബിയും ഈക്വൽ അല്ലെങ്കിൽ ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഇതിൽ തന്നെ സൊല്യൂഷൻ എക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ആർ എന്ന് വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് കാണിക്കാൻ പോവാണേ. അപ്പോ ആർ എന്ന് വിളിച്ചു, ആറാണ് ഇത് കേട്ടോ. ഇനി ആറും എന്നും ഈക്വൽ ആണെന്ന് വിചാരിക്കും. ആറും എന്നും ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ. നേരെ മറിച്ച് n-r 2 കിട്ടിയില്ലേ, അഥവാ ആറിനേക്കാൾ വലുതാണ് എന്ന് വിചാരിക്ക്. ആറും എന്നും ഈക്വൽ അല്ല, അഥവാ n ആറിനേക്കാൾ വലുതാണ്. ഈ ഒരു കേസ് വന്നാൽ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. കാണിക്കാം. ഇവിടെ നോക്ക്, റോ ഓഫ് എ ഈക്വൽ റോ ഓഫ് എ ബി രണ്ടും 3 ആണ്. r is equal 3 കിട്ടി. therefore n is equal to 5 എന്ന് കിട്ടി. r is equal 3 കിട്ടി. നമുക്കറിയാം n 5 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ? ഈ 3 ഉം 5 ഉം ഈക്വൽ ആണോ? അല്ല, ഈക്വൽ അല്ല. r not equal to n, അഥവാ n വലുത് തന്നെയാണ് ഇവിടെ. അങ്ങനെ വന്നാൽ ഇതിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ r ഇവിടെ 3 കിട്ടി. നമ്പർ ഓഫ് വേരിയബിൾസും 3 ആണെന്ന് വിചാരിക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു 1-2 ക്ലാസ് മുമ്പത്തെ ഒരു വീഡിയോ എടുത്താൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്നുള്ള ഭാഗത്ത് ഇൻട്രൊഡക്ഷൻ ടു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ, അത് തൊട്ടപ്പുറത്തുള്ള വീഡിയോ, ആ ഏതൊരു വീഡിയോയിൽ അതിന് സൊല്യൂഷൻ കാണിക്കുന്നുണ്ട്. അവിടെ റാങ്കിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ നോക്കണം നിങ്ങൾ, അവിടെ ആറും എന്നും ഈക്വൽ ആയിരുന്നു. നമ്പർ ഓഫ് വേരിയബിൾസും റാങ്കും ഈക്വൽ ആയിരുന്നു. therefore it has only one solution ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ r is equal to n ആണെങ്കിൽ it has only one solution. r not equal to n, അഥവാ n r-നേക്കാൾ വലുതാണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. എപ്പോഴാ സൊല്യൂഷൻ ഇല്ലാതിരിക്കുക? റോ ഓഫ് എ നോട്ട് ഈക്വൽ ടു റോ ഓഫ് എ ബി ആണെങ്കിൽ ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സെക്കൻഡ് വീഡിയോയിലാണ് ഇതിനെ പറ്റിയിട്ട് ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ ആ ഭാഗത്താണ് ഞാൻ ഈ ചോദ്യം പറഞ്ഞിട്ടുള്ളത്. അഥവാ r ഈക്വൽ ടു n ആവുന്ന ഒരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കണം, ആ വീഡിയോ കണ്ടു നോക്കണം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി വീണ്ടും നോക്കൂ. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 2x plus 3y plus 4z equal to 0, x plus 2y plus 8z equal to 0, 2x plus 3y 9z equal to 0. അഥവാ ഇത് ഹോമോജീനിയസ് സിസ്റ്റം ആണ്, കാരണം റൈറ്റ് സൈഡ് മൊത്തം 0 ആണ്. therefore ഈ ഇക്വേഷൻ മാത്രം നോക്കുമ്പോൾ ഹോമോജീനിയസ് ആണ്, ഈ ഇക്വേഷനും ഹോമോജീനിയസ് ആണ്, ഈ ഇക്വേഷനും ഹോമോജീനിയസ് ആണ്. അഥവാ ഇതൊരു ഹോമോജീനിയസ് സിസ്റ്റം ആണ്. ഓക്കെ, ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അങ്ങനെ ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിന്റെ ഇതിന് സൊല്യൂഷൻ ഉണ്ടോ? ഉറപ്പായും. ഹോമോജീനിയസ് സിസ്റ്റം ആണോ? അതിന് ഉറപ്പായും സൊല്യൂഷൻ ഉണ്ടാവും. എന്താ ഒരു സൊല്യൂഷൻ ഞാൻ കാണിക്കും. x ഈക്വൽ 0, y ഈക്വൽ 0, z ഈക്വൽ 0. സൊല്യൂഷൻ അല്ലേ? x ഈക്വൽ 0, y ഈക്വൽ 0, z ഈക്വൽ 0. ഇതിന്റെ സൊല്യൂഷൻ അല്ലേ? ആണ്. x 0 വെച്ച് നോക്ക്, 2 × 0 കിട്ടും, ഒക്കെ 0 കിട്ടും. അഥവാ ഇതിന് ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അഥവാ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം കൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഇതിന് ഉറപ്പായിട്ടും 0 കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അടുത്ത കുഴപ്പം, സൊല്യൂഷൻ എന്തായാലും ഉണ്ട്. അപ്പൊ രണ്ട് കേസ് ആവാം. ഒന്നില്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ സിംഗിൾ സൊല്യൂഷൻ, ഇറ്റ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ ആവാം. ഒന്നില്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ സിംഗിൾ സൊല്യൂഷൻ ആവാം. രണ്ട് പോസിബിലിറ്റി ഉള്ളത്. അല്ലെങ്കിൽ എന്തില്ല, സൊല്യൂഷൻ വരാത്തൊരു കേസ് ഇനി വരാൻ പോകുന്നില്ല. കാരണം ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഉറപ്പാണ് നമുക്ക്. എക്സിന് 0, വൈക്ക് 0, സെറ്റ് 0 കൊടുത്തപ്പോ സൊല്യൂഷൻ വരുന്നുണ്ട്. സൊല്യൂഷൻ വന്നാൽ പിന്നെ അടുത്ത പോസിബിലിറ്റി ഒന്നില്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആവാം, അല്ലെങ്കിൽ സിംഗിൾ സൊല്യൂഷൻ ആവാം. സൊല്യൂഷൻ വരാത്തൊരു കേസ് നമുക്ക് വെട്ടിക്കളയാം. ഇനി നോക്ക്, ഇതിന്റെ മെട്രിക്സ് എന്താ സംഭവിക്കുക? ഓഗ്മെന്റ് മെട്രിക്സ് 2 3 4 0 1
2 8 0 2 3 9 0 ഇതല്ലേ വരിക? ഇതല്ലേ ആ മെട്രിക്സിന്റെ. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് എങ്ങനെയൊക്കെ ചെയ്തിട്ട് റോ റെഡ്യൂസ്ഡ് ഫോം ആയി കഴിഞ്ഞാൽ ഇതിന്റെ റാങ്ക് എടുത്തു വിചാരിക്ക്. ഇതിന്റെ റാങ്ക് ഇപ്പോ 3 ആണെന്ന് വിചാരിക്ക്. ആ 3 ആറിന്റെ റോ ഓഫ് എ 3 ആണെന്ന് വിചാരിക്ക്. അങ്ങനെയാണെങ്കിൽ റോ ഓഫ് എ ബി എന്തായിരിക്കും വരിക? 3 തന്നെ വരിക. കാരണം ഇവിടെ ടോട്ടലി 0 തന്നെയല്ലേ, അത് ഇതിനെ ബാധിക്കുന്നില്ലല്ലോ. ഇവിടെ 3 നോൺ സീറോ റോ ഉണ്ടെങ്കിൽ ഇത് ടോട്ടൽ എടുത്താലും ഇത് 3 നോൺ സീറോ റോസ് ആയിരിക്കും. മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ ഇങ്ങനെ വന്നു വെച്ചോ 2, ഇപ്പൊ ഇങ്ങനെയാണ് അവസാനം ആയി വന്നത്. 2 1 0 0 0 1 0 2 3 0. അപ്പൊ റൈറ്റ് സൈഡ് എപ്പോഴും 0 0 0 അല്ലേ? ഈ ഭാഗം 0 0 0 അല്ലേ? ഇത് എത്ര നോൺ സീറോ റോ വന്നു? 2. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 വന്നു. കണ്ടോ? റാങ്ക് ഓഫ് എ ഇത് മാത്രം നോക്കുകയാണെങ്കിൽ റാങ്ക് ഓഫ് എ 2 വന്നു. റാങ്ക് ഓഫ് എ ബിയോ അതും 2 അല്ലേ? എത്ര നോൺ സീറോ റോ ഉണ്ട്? 2 നോൺ സീറോ റോ. എപ്പോഴാണ് ഇത് ബാധിക്കുള്ളൂ അറിയോ? ഈ സീറോസ് എപ്പോഴും ഈ ഇവിടെ 1 ആണെന്ന് വിചാരിക്കും. 1 ആണെങ്കിൽ അല്ലെങ്കിൽ 2 ആണെന്ന് വിചാരിക്കും. ഇപ്പൊ എത്ര നോൺ സീറോ റോ ഉണ്ട്? റാങ്ക് ഓഫ് എ ബിക്ക് 1 2 3 നോൺ സീറോ ഉണ്ട്. അഥവാ ഇവിടെ 0 അല്ലാത്ത നമ്പർ വന്നാൽ മാത്രമാണ് റാങ്കിനെ എഫക്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ടോട്ടലി 0 ആണെങ്കിൽ റാങ്കിന് ഇത് എഫക്ട് ചെയ്യില്ല. അഥവാ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എയും എല്ലാ സമയത്തും ഈക്വൽ ആവും. അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം. എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ട് 0 0 0. പിന്നെ ചാൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷനോ സിംഗിൾ സൊല്യൂഷനോ ആവാനാണ്. therefore സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആണ്. സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ അർത്ഥം റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആണ്. ഒന്നില്ലെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. ഈ ലാസ്റ്റ് കോളത്തിലെ 0 0 0 റാങ്കിനെ എഫക്ട് ചെയ്യുന്നില്ല. therefore ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഉറപ്പായും സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ മേ ബി സിംഗിൾ സൊല്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് മെട്രിക്സ്. ഓക്കെ, ഇത്രയുമാണ് ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.